എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിങ്ങനെ ഉരുളൻകിഴങ്ങ് ഇന്നലെ രാത്രിയിൽ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഞാൻ കിഴുത്തപ്പാത്രത്തിലിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ അതെടുത്തൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊതു പറഞ്ഞാൽ അവിടെ പറക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാറ്റെടുത്തുകൊണ്ട് അവിടോട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് നമ്മൾ സെയിം ഇല്ലേ നമ്മൾ പൂരി ബാജി ഉണ്ടാക്കത്തില്ലേ, പൂരിയും പൊട്ടറ്റോ ബാജിയും അതുപോലെ ഉള്ളൊരു ബാജിയാണ് ഉണ്ടാക്കുന്നത്. കറിവേപ്പിലയൊക്കെ പൊട്ടി വന്നുകൊണ്ടേ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇത്രയുമേ ഞാൻ ചേർത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോയെന്നെ ഈ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടയണേ, നന്നായിട്ട് ഞെവിടി ഉടച്ചിടുക, അതുപോലെ വേവിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ഉരുളൻകിഴങ്ങ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇച്ചിരി കലക്കിയാണ് ഒഴിക്കുന്നത് ഇതിൽ കേട്ടോ. ഇപ്പം നാണ്ട് ഈ പാത്രത്തിലാണ് ഞാൻ ഉപ്പിട്ട് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ അകത്ത്, ഞാനിത് ബ്രെഡിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബ്രെഡിൻ്റെ അകത്ത് വെക്കുന്ന ഉടനെ ഒട്ടും പീസ് കാണല്, ഇച്ചിരി ചെറിയ പീസൊക്കെ സാരമില്ല, എന്നാലും നന്നായിട്ടത് ഉടഞ്ഞിരിക്കണം. ഞാനൊരു ഇച്ചിരി ലൂസ് പരുവത്തിലെടുത്തത്, കാരണം ഒന്ന് ബ്രെഡിലൊന്ന് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണ്ടേ. അപ്പോൾ ഞാനൊരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ പാനിൻ്റെ അകത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ കഴിക്കാൻ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ ആ പാനിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനല്ലാതെ ഇവർക്ക് ടിഫിന് കൊടുത്തു വിടുമ്പം അത് വെളിയിലെങ്ങാനും പോകുമെന്നും പറഞ്ഞ് ഞാനത് നമ്മുടെ ടോസ്റ്റർ ഉണ്ടല്ലോ, ടോസ്റ്ററിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇതങ്ങ് നന്നായിട്ട് ജോയിൻ്റ് ആവുമല്ലേ. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചൂടോടെ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ കഴിക്കുവാണെങ്കിൽ ഇത് കൊടുത്തു വിടാം. പക്ഷേ ഇവരുടെ ടിഫിനെങ്ങാണോ ഒന്നും അറിയുമോ അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പം വെളിയിൽ പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഇത് നന്നായിട്ടങ്ങ് ജോയിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 എണ്ണം ഞാൻ ഇതുപോലാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഞാൻ ഇവർക്ക് കൊണ്ടുപോകാനുള്ളത് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ തേക്കണമെങ്കിൽ തേക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നത്. അതുപോലെ ഞാൻ പച്ചമുളകും ചേർത്തില്ല. പച്ചമുളക് കൂടെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. പക്ഷേ ഇത് കൊച്ചുങ്ങൾക്ക് കൊടുക്കേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞ് ചേർത്തില്ല. ഉരുളൻകിഴങ്ങ് മസാല ചേർത്ത് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.